ശിഷ്യൻ തൻ്റെ വസ്ത്രം പഴകിയിരിക്കുന്നു, മാറ്റിയെടുക്കാൻ എനിക്കൊരു വസ്ത്രം വേണം എന്ന് ഗുരുവിനോട് ആവശ്യപ്പെട്ടു. ഗുരു ചോദിച്ചു, നിനക്ക് പുതിയ വസ്ത്രം കിട്ടിയാൽ നീ ഇപ്പോൾ ഉടുത്തുകൊണ്ടിരിക്കുന്ന ഈ വസ്ത്രം നീ എന്ത് ചെയ്യും? ശിഷ്യൻ പറഞ്ഞു, എൻ്റെ വിരിപ്പ് ഒരല്പം പഴകിയിട്ടുണ്ട്, എൻ്റെ ഈ മുണ്ടിനെ ഞാൻ വിരിപ്പായി ഉപയോഗിക്കും. ഗുരു വീണ്ടും ചോദിച്ചു, അതുവരെ ഉപയോഗിച്ച വിരിപ്പ് എന്ത് ചെയ്യാൻ പോകുന്നു? ശിഷ്യൻ പറഞ്ഞു, എൻ്റെ ജനാലയിലെ കർട്ടൻ അതിൽ മുളകൾ വീണിട്ടുണ്ട്, അത് മാറ്റി ഞാൻ ഈ വിരിപ്പിനെ കർട്ടനാക്കി മാറ്റും. ഗുരു വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ കർട്ടനായി ഉപയോഗിച്ചത് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ശിഷ്യൻ പറഞ്ഞു, അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സന്ദർഭത്തിൽ കൈ ചൂടാവാതിരിക്കാൻ ഞാൻ പിടിച്ചുകൊണ്ടിരുന്ന തുണി അത് ദ്രവിച്ചിട്ടുണ്ട്, അതിന് പകരമായി ഞാനത് ഉപയോഗിക്കും. അപ്പോൾ ആ തുണി നീ എന്താണ് ചെയ്യുക? ശിഷ്യൻ പറഞ്ഞു, നിലം തുടക്കാനുള്ള തുണി ഇല്ലാതായിട്ടുണ്ട്, ആ നിലം തുടക്കുന്നതിന് വേണ്ടി ഞാൻ ആ തുണി ഉപയോഗിക്കും. അപ്പൊ ഇതുവരെ നീ നിലം തുടച്ചുകൊണ്ടിരുന്ന തുണി എന്താണ് ചെയ്യാൻ പോകുന്നത്? ശിഷ്യൻ പറഞ്ഞു, ഞാൻ അതിനെ അലക്കി വൃത്തിയാക്കി എൻ്റെ വിളക്കിലെ കത്തിക്കാനുള്ള തിരികളാക്കി ഞാൻ അതിനെ മാറ്റും. ആ ശിഷ്യനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഗുരു പറയുകയാണ്, ജീവിത പാഠങ്ങൾ നീ പഠിച്ചിരിക്കുന്നു, നിനക്ക് സന്തോഷത്തോടു കൂടി പോകാം. ഈശ്വരൻ്റെ പ്രത്യേകമായ കാവലും കരുതലും നിന്നിലുണ്ടാവട്ടെ എന്ന് അവൻ്റെ ശിരസിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ആ വസ്ത്ര സൂക്ഷിപ്പുകാരൻ്റെ കൂടെ പറഞ്ഞേക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ പുതിയ ജീവിത സംസ്കാരത്തിൽ യൂസ് ആൻഡ് ത്രോ ശീലിച്ചു വരുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ അതിൻ്റെ എൻഡ് വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഓരോ തവണ മാറി മാറി ഉപയോഗിക്കുന്നത് സാധ്യമാകുന്നതിനെ എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? അതല്ല, നമ്മൾ പലതിനെയും പാഴാക്കി കളയുകയാണ്. ഈ ഗുരുവിൻ്റെ ശിഷ്യൻ്റെയും ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ചില പാഠങ്ങളുണ്ട്. അതിലൊന്നാണ് സൂചിപ്പിച്ചത്, വളരെ കഷ്ടപ്പെട്ടും വളരെ പ്രയാസപ്പെട്ടും ഉണ്ടാക്കിയെടുക്കുന്ന സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ, ഇതൊക്കെ നമ്മൾ അതിന് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതിനെ എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ഈ പഴയ തുണികളെപ്പോലും അതുപോലെ നമ്മൾ നിസ്സാരമായി കാണുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ മാറ്റി നിർത്തിയ നമ്മുടെ രക്ഷിതാക്കളുണ്ട്. ഇന്നും അവർ ഈ മെഴുകുതിരി പോലെ അല്ലെങ്കിൽ വിളക്കിലെ തിരികളെ പോലെ ആ കുടുംബത്തിന് വേണ്ടി കത്തിക്കൊണ്ടിരിക്കുന്നു, വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്നു. അവർ സഹിച്ച ത്യാഗങ്ങളെ എത്രത്തോളം നമ്മൾ ഓർത്തെടുക്കാറുണ്ട്, എത്രത്തോളം നമ്മൾ അനുസ്മരിക്കാറുണ്ട് എന്ന് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നും പഴയതല്ല, എല്ലാറ്റിലെയും പുതുമയുണ്ട്. ആ പുതുമയെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.